മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പിസയാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് പിസ ഉണ്ടാക്കുകയാണ്. 2 പിസ ഞാൻ ഉണ്ടാക്കി. ഒന്ന് ചിക്കൻ്റെ സോസേജ് വെച്ചിട്ടും ഒന്ന് വെജാണ്. പിന്നെ അതിന് വേണ്ടിയിട്ടൊരു ബൗളെടുത്ത് അതിനകത്തിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തു. ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഈസ്റ്റാണ്, നല്ല ഈസ്റ്റാണ്. അപ്പോൾ 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ അതിനകത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ, ചെറിയ സ്പൂൺ ആയതുകൊണ്ട് 3 സ്പൂൺ ഇട്ടത്. ഇപ്പോൾ കറക്റ്റ് 2 ടേബിൾ സ്പൂൺ ആയിട്ടുണ്ടാവും. അപ്പോൾ എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചു. അതൊന്ന് പൊന്തി വരണം. അതിന് ശേഷം നമുക്ക് മാവ് കുഴയ്ക്കാം. പിന്നെ ഒരു സവാള എടുത്തിട്ട് ചെറുതായിട്ട് അരിയുകയാണ് ഞാൻ. ഇത് പിസ്സ സോസിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുക്കുന്നത് ഒരു സവാളയും പിന്നെ ഒരു 3 ചെറിയ തക്കാളി, പിന്നെ ഒരു 3 ഗാർലിക്കും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഇത് 3 നന്നായിട്ട് ചോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇത് പിസ്സ സോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പിസ്സ സോസ് ഉണ്ടാക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇനി അടുത്തത് പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാളയാണ് അരിയുന്നത്. എല്ലാം അരിഞ്ഞ് വെച്ചതിന് ശേഷം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു സവാളയും ഒരു ക്യാപ്സിക്കം, പിന്നെ ഒരു തക്കാളിയുടെ അകത്തെ പൾപ്പും അരിയെല്ലാം കളഞ്ഞതിന് ശേഷം അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തു. ഇപ്പോൾ അത് ഏകദേശം 3 എണ്ണവും ചോപ്പ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇനിയും സോസേജാണ്, ചിക്കൻ ഫ്രാങ്ക് എടുത്തിട്ട് ചെറിയ പീസസ് ആക്കുകയാണ്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ അകത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ പീസിലും നല്ലോണം പിടിക്കത്തക്കവണ്ണം മിക്സ് ചെയ്തു കുറച്ച് നേരം അങ്ങനെ വെച്ചു. ഒരു ബൗളിൽ ഈസ്റ്റും പഞ്ചസാരയും ചൂടുവെള്ളം കൂടെ വെച്ചിരുന്നത് അത് പൊങ്ങി നന്നായിട്ട് റെഡി ആയിരിക്കുകയാണ്. അതിനകത്തിലേക്ക് 1 കപ്പ് മൈദയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിനകത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി. കുഴച്ച് വേഗം തന്നെ അത് റെഡിയായി നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി കൈ പറ്റുന്ന പരുവാണ്. ആ രീതിയിലേക്കാണ് ഇതിൻ്റെ ഡോ വേണ്ടിയത്. ഒരുപാട് അങ്ങ് ലൂസാവാനും പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല. ചപ്പാത്തിയുടെ കൂട്ട് കട്ടിയാവാൻ പാടില്ല. ഒരു നനഞ്ഞ തുണിയിട്ട് മൂടി അവിടെ വെച്ചു. അത് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തു. അതിനകത്തിലേക്ക് ആദ്യം ഞാൻ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. സോസിനുള്ള പിസ്സ സോസിനുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്യുന്നത്. എന്നിട്ട് ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരുപാട് മൂക്കൊന്നും വേണ്ട, എന്നാലും നന്നായിട്ടൊന്ന് വെന്ത് വഴന്ന് കിട്ടണം. അതുവരെ ഞാനിത് ഒന്ന് വഴറ്റിയെടുത്തു. വെളുത്തുള്ളി ഇപ്പം നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. അതിനകത്തേക്ക് സവാള അരിഞ്ഞതും തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. സവാള ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു ഇച്ചിരി നേരം ഒന്ന് ഇളക്കിയിട്ടാണ് തക്കാളി അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തത്. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് തക്കാളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് നന്നായിട്ട് വഴന്ന് കിട്ടണം. ഒന്ന് വെന്തുടഞ്ഞ് കുഴഞ്ഞ് പരുവാകണം. അതിനകത്തിലേക്ക് കുറച്ച് ഞാൻ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. അത് എളുപ്പമാകുന്നതിന് ഉപ്പ് സഹായിക്കും. തന്നെയല്ല സ്വാദിനും നമുക്ക് ഉപ്പ് വേണമല്ലോ. അപ്പോൾ അതൊന്ന് ഉപ്പിട്ട് റെഡിയാക്കി കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരുന്നു. ഒന്ന് കുഴഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ അത് ഒന്ന് നല്ലപോലെ ഒന്ന് വെന്തുടഞ്ഞ് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം.
എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മുളക് പൊടി ഒന്ന് പച്ചമണം ഒന്ന് മാറി കിട്ടണം, ഒന്ന് മൂത്തോട്ട്. അതുവരെ നമ്മളത് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തത് ഒറഗാനോയാണ്. ഇതിടുമ്പോൾ തന്നെ പിസ്സയുടെ ഒരു സ്മെല്ല് വരാൻ തുടങ്ങും. ഇത്രയും ആയാൽ മതി. ഇതിനി നമുക്ക് വാങ്ങി വെച്ച് ഒന്ന് ആറണം. ആറിക്കഴിഞ്ഞതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. വീണ്ടും പാൻ അടുപ്പ് വെച്ച് ഓയിലൊഴിച്ച് കൊടുത്തിട്ട് പുരട്ടി വെച്ചിരുന്ന സോസേജ് അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു. ചിക്കൻ സോസേജാണ്. അപ്പോൾ ഇതൊന്ന് രണ്ട് സൈഡും ഒന്ന് മൂത്ത് കിട്ടണം. പെട്ടെന്ന് തന്നെ ഇതാകും, കാരണം ഇത് പെട്ടെന്നാകുന്നതാണ്. ഇത് മൂക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇടുന്നതിൻ്റെ ഇരട്ടി സൈസാകുകയും ചെയ്യും. ഇപ്പോൾ ഒരു വിധം ഒന്നായി വരുന്നുണ്ട്. ഒന്ന് അടച്ച് വെച്ച് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. അതപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തു, ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. മറിയാത്തതൊക്കെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് അത് വേഗം തന്നെ മൂപ്പിച്ചെടുക്കുകയാണ് രണ്ട് സൈഡും. വീണ്ടും ഒന്നുകൂടെ അടച്ചു വെച്ചു. ഇപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡും. പിന്നെ വീണ്ടും പാൻ വെച്ചിട്ട് പിസ്സയുടെ സാധനങ്ങൾ, അതായത് നമ്മൾ ക്യാപ്സിക്കം, സവാള, തക്കാളി അരിഞ്ഞു വെച്ചിരുന്നല്ലോ. ഒരു കളറിന് വേണ്ടിയിട്ടാണ് തക്കാളി ഇട്ടത്. അല്ലെങ്കിൽ ചുമന്ന ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. നിങ്ങൾ ചുമപ്പവും മഞ്ഞയൊക്കെ കിട്ടുമല്ലോ. ഡിഫറൻറ്റ് കളേഴ്സ് ആകുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരണം. ഒരുപാടങ്ങ് മൂക്കുകയൊന്നും വേണ്ട, ഒന്ന് വഴന്നാൽ മതി. ഇതിൽ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. ഇതിപ്പോൾ ഒന്ന് വഴണ്ട് റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. പിസ്സ സോസിന് വേണ്ടി വഴറ്റി വെച്ചിരുന്നതെല്ലാം കൂടെ ഞാൻ മിക്സിയിൽ അടിച്ച് എടുത്തു. പിസ്സ സോസ് റെഡിയാക്കി കഴിഞ്ഞു. അതപ്പം മിക്സിയിൽ ഉള്ളത് മുഴുവൻ എടുത്തു. ഇനി കുറച്ചുകൂടെ അതിനകത്തുണ്ട്, അതും കൂടെ എടുത്ത് ആ ബൗളിലേക്ക് ഇടണം. അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചിട്ട് അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു ഞാൻ. നല്ല കട്ടിയായിരുന്നു. അപ്പോൾ കുറച്ചൊരു ലൂസായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യത്തക്കവണ്ണം വേണമല്ലോ. അപ്പോൾ അതിന് അല്പം വെള്ളം കൂടെ ചേർത്തിട്ടു ഒന്ന് അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി റെഡിയാക്കി. ഇനി ഇതിനകത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ പിസ്സ സോസ് റെഡിയായി കഴിയും. രണ്ടാമത്തെ ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാൻ 2 ടേബിൾ സ്പൂൺ മാത്രം മതി. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ സോസ് റെഡിയായി കഴിഞ്ഞു. നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് പൊങ്ങി ഇപ്പോൾ ഡബിളായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ച്, ഒരുപാട് കുഴയ്ക്കുകയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് കുഴച്ച് ഇനി പാനിൻ്റെ അകത്തിലേക്ക് തന്നെ പരത്തിയെടുക്കുകയാണ്. ഇത്രയൊന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. ഇനി അതിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ പാനിനകത്തിലേക്ക് പരത്താൻ പോവാണ്. ഇത് ഈസിയാണ് പരത്താനായിട്ട്. ഒന്ന് കൈകൊണ്ട് പരത്തുമ്പോൾ തന്നെ നന്നായിട്ട് പരന്ന് വരും. പക്ഷേ നന്നായിട്ട് നല്ല വലുപ്പത്തിൽ കട്ടി കുറച്ചിട്ടുണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള മാവായതുകൊണ്ട് എളുപ്പം പരത്താൻ പറ്റും. നല്ല സൈഡൊക്കെ നന്നായിട്ട് മുകളിലേക്ക് ഒന്ന് ആക്കി കൊടുക്കണം. കാരണം ഇത് വേവുമ്പോഴത്തേക്ക് ഇതങ്ങ് താഴും. നന്നായിട്ട് പ്രസ് ചെയ്ത് അങ്ങോട്ട് മുകളിലോട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് പ്രസ് ചെയ്യുകയൊന്നും വേണ്ട, വേഗം തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. എന്നിട്ട് പരത്തി കഴിഞ്ഞു. ഞാൻ സൈഡ് മാത്രം ഒന്ന് ഇതാക്കിയാൽ മതി. സൈഡ് നല്ലവണ്ണം 4 വശവും ഒന്ന് മുകളിലേക്ക് ആക്കി കൊടുക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ടാണ് പരത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് പൊങ്ങി വരുമ്പോൾ കട്ടിയാവും, കുറച്ച് കട്ടി വരും. എന്ന് വെച്ചാൽ ഒരുപാട് കട്ടി വരത്തില്ല, അത്രയ്ക്ക് ലോലമായിട്ടാണ് ഞാൻ പരത്തിയിരിക്കുന്നത്. എന്നിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആദ്യം ഞാൻ പുരട്ടി കൊടുക്കുന്നത്
പിസ്സ സോസാണ്. പിസ്സ സോസ് നല്ല കട്ടിയിൽ തന്നെ പരത്തി കൊടുത്തു. ആദ്യം ഒന്ന് ഇട്ട് പരത്തിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഞാൻ അതിനകത്തിലേക്ക് പിസ്സ സോസ് ഒഴിച്ചിട്ട് നല്ല കട്ടിയിൽ തന്നെ പരത്തി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് സ്പ്രെഡാക്കി രണ്ടാമത് വീണ്ടും ഒന്നുകൂടെ ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ട് സ്പ്രെഡാക്കുന്നുണ്ട്. പിസ്സ സോസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നമുക്ക് കുറച്ച് ചീസ് പീസസ് അതിനകത്തിൽ ഇട്ട് കൊടുക്കാം. സ്ലൈസ് അല്ല, പീസസ് ആയിട്ടുള്ള ട്രയാങ്കിൾ ചീസാണിത്. അൽമറായി ചീസാണ്. എന്നിട്ട് ഇത് 2 പീസ് ഞാൻ അതിനകത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പീസ് അതിനകത്ത് മുറിച്ച് ചെറിയ പീസസ് ആക്കിയിട്ടാണ് അതിനകത്തിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനകത്തിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. അതും ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നല്ല സൂപ്പർ മൊസറല്ല ചീസാണ്. അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വെജിറ്റബിൾസ് വഴറ്റി വെച്ചിരുന്നത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പകുതി ഞാൻ അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു. ചിക്കൻ സോസേജ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. ഇടയ്ക്കിടയ്ക്കായിട്ട് ഇട്ട് കൊടുത്തത്. അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ മൊസറല്ല ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൊസറല്ല ചീസ് ഇട്ടതിന് ശേഷം 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനോയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും ആകത്തക്കവണ്ണം സ്പ്രിങ്കിൾ ചെയ്തു. ഇപ്പോൾ ഇത് അടുപ്പിൽ വെക്കാൻ റെഡിയായി കഴിഞ്ഞു. ഞാനൊരു വലിയ ദോശക്കല്ല് അടുപ്പ് വെച്ചിരിക്കുകയാണ് ഹൈ ഫ്ലെയിമിൽ. ഇനി അതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. പാൻ അടുപ്പിൽ വെച്ചു. അതിൻ്റെ ഒരു സ്റ്റീൽ കവറിങ് കൊണ്ട് അടച്ചും കൊടുത്തു. കറക്റ്റ് 20 മിനിറ്റേ എടുത്തുള്ളൂ. കറക്റ്റ് 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് സൈഡെല്ലാം നല്ലോണം മൊരിഞ്ഞ് എനിക്ക് കിട്ടി. രണ്ടാമത്തെ പിസയും ഞാൻ അതുപോലെ തന്നെ റെഡിയാക്കി. സോസേജ് ഇട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഹായ് കൂട്ടുകാരെ, എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൺ ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓൺ ദി സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ വാട്സപ്പിൽ, അപ്പോൾ അതിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് എൻ്റെ സോസേജ് പിസ്സ റെഡിയായി കഴിഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ വെജിറ്റബിൾ പിസ്സയും ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. അടിപൊളിയായിട്ട് എൻ്റെ പിസ്സ റെഡിയാണ്. നല്ല സോഫ്റ്റാണ്. കുട്ടികൾ അത് നോക്കിയിരിക്കുകയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടു. അത് നൂല് വലിഞ്ഞ് വരുന്നതാണ് അവരെടുക്കുന്നത്. എൻ്റെ വെജിറ്റബിൾ പിസ്സ അടിപൊളി നല്ല സോഫ്റ്റായിട്ടുള്ള പിസ്സയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.